ഫ്രണ്ട്സ്, ഇപ്പം നല്ല മഞ്ഞുകാലമാണല്ലേ. ആർക്കായാലും ഒരു നല്ല ചൂട് സൂപ്പ് കുടിക്കാൻ ആശ തോന്നും അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള തുളസി ചിക്കൻ സൂപ്പാണ് കാണിക്കുന്നത്. ഇതിന് മെയിനായിട്ട് കുറച്ച് ബോണോടുകൂടിയുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് വെജിറ്റബിൾസ്. ഫസ്റ്റ് ഇതുപോലൊരു പാത്രം വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ നല്ലോണം കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 150 ഗ്രാമോളം കാണും. ബോണോട് കൂടിയുള്ള ചിക്കനാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഒരു 5-8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എത്രയാണ് സൂപ്പ് വേണ്ട അതിന് തക്ക വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 1 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ കോളുള്ള സമയത്ത് ഇതുപോലെ നല്ല ചിക്കൻ സൂപ്പ് കുടിച്ചാൽ മതി കേട്ടോ, വേഗം മാറിക്കിടും. ഇപ്പം ചിക്കൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, കാബേജ്, സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. കാബേജും ക്യാരറ്റും ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. സ്വീറ്റ് കോൺ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കോൺഫ്ലവറാണ് കേട്ടോ. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ പ്ലെയിൻ ആയിട്ട് സൂപ്പ് കുടിക്കാനാണെങ്കിൽ അങ്ങനെയും കുടിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. അധികം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, പിന്നെ തണിയുമ്പോൾ അത് ഭയങ്കര കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഇതിൽ ചേർക്കാനുള്ളത് പെപ്പർ, കുരുമുളക് പൊടി. നമുക്ക് എത്ര എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് ആവശ്യമുള്ളത് ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവ് കുറച്ച് എടുത്താൽ മതി. പിന്നെ വലിയ ആൾക്ക് നമ്മൾ കുടിക്കുമ്പം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നല്ല തണുപ്പുള്ളത് കൊണ്ട് ഇതുപോലെ സൂപ്പൊക്കെ കുടിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. അത് വെജിറ്റബിൾ സൂപ്പാണെങ്കിലും ശരി, ഇതുപോലെ ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കുടിക്കാൻ. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തുളസി ഇടുന്നത് ഇപ്പം നല്ല തണുപ്പല്ലേ, അധികം പേർക്കും കോൾഡെല്ലാം കാണും. അപ്പോൾ തുളസി ഇട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാൻ ഇതിലേക്ക് ഇതുപോലെ തുളസിയും ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില അരിഞ്ഞത് നല്ലോണം ഒന്ന് തിള വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ലോണം തിളക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചുറ്റി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സൂപ്പ് പെർഫെക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ ഈ സ്പൈസി ആയിട്ടുള്ള തുളസി ചിക്കൻ സൂപ്പ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അതുമാത്രമല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള തുളസി ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സൂപ്പൊക്കെ കുടിക്കുമ്പോൾ ചൂടോടെ തന്നെ കുടിക്കാൻ നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം.
അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡിയായി. നല്ല